പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളി ഒരു ബജ്ജിക്കടയാണ് കേട്ടോ. ഈ ബജ്ജിക്കടയിലെ ആൾക്കാർ ഇപ്പോൾ വഴിയോര കച്ചവടക്കാരുടെ കച്ചവടത്തെ പറ്റിയൊന്നും ഞാൻ നിങ്ങളെ ധരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ. പക്ഷേ അതിലുപരി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നൊരു മേഖല ബജ്ജി കച്ചവടമാണ്. വഴിയോര കച്ചവടമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അധികം രൂപയുടെ കച്ചവടമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ബിസിനസ്സാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, ചൂട് ചായ, ചെറുകടികൾ ഇതുപയോഗിക്കാൻ ഏത് വാഹനത്തിൽ വരുന്നവർക്കും ആ റോഡ് സൈഡിൽ നിർത്തി അവർ ചായ കുടിക്കുന്നു. ചായയുടെ പ്രത്യേകതയാണ്. കാരണം ചെറുകടികൾ എല്ലാം 10 രൂപയാണ്. ചായക്ക് 10 രൂപ, ചെറുകടിക്ക് 10 രൂപ. അപ്പം നമ്മൾ ഹോട്ടലിൽ ഇപ്പം പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരികയാണ്. കാരണം ഇന്ന് ഇപ്പം ചായയുടെ വില 12 ആക്കി, പൊറോട്ടയുടെ വില 15 ആക്കാൻ പോകുമെന്ന് പറയുന്നു, 10 ആക്കാൻ പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ സാധനങ്ങൾക്ക് നമുക്കത് ചിന്തിച്ച് വയ്ക്കും, മനുഷ്യനിത് മതി. ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിയാകുമ്പോഴത്തെ 3 മണിക്ക് ശേഷം ഒരു 6 മണിയാകുമ്പോഴത്തേന് അവർ ഒരു കടി ഒരു ചായ അല്ലെങ്കിൽ 2 കടി ഒരു ചായ, അപ്പം മരവിച്ച സമ്മന്തി എല്ലാം കൂടെ അവർ കഴിക്കുന്നു. എന്തൊരു സന്തോഷമാണ്. കൂടി പിള്ളേരും കുട്ടിയതിന് ഭാര്യയും മക്കളും അവർ യാത്രയൊക്കെ വരുമ്പോഴും വാഹനങ്ങൾ നിർത്തി അവർ കഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും. അതിൻ്റെ വലിയ പൈസ മുടക്കുമില്ല. ഒരു 5 പേരുണ്ടെങ്കിൽ അവർ എങ്ങനെ വന്നാലും ശരി, കൂടി വന്നാൽ 200 രൂപ താഴെ. ആ സ്ഥാനത്ത് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന പൈസ എത്ര? നമുക്ക് ഒരു ഹോട്ടലിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി 5 പേര് കയറി കഴിഞ്ഞാൽ 500 രൂപ മുകളിൽ പോകും. ഇതാണെങ്കിൽ കൂടി വന്നാൽ 5 പേരുണ്ടെങ്കിൽ അവർക്കൊരു 100, 150, 200, 250 രൂപ താഴെയായിരിക്കും അവർക്ക് മുതൽ മുടക്കുള്ള പൈസ. അതാണെന്ന് മലയാളി ചിന്തിക്കുന്നത്. അപ്പോൾ അവർ സൗകര്യപ്രദമാണ്. അവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാകും. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ ഹോട്ടലിലെ തൊഴിലാളികളുടെ അവരുടെ മുഷിപ്പ് കേൾക്കണ്ട, അവരുടെ ഗമ കാണണ്ട, അവരുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണണ്ട. ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് കേരളത്തിൽ ബജ്ജിക്കടകളാണ് ഓരോ വഴിയോരങ്ങളിലും ഹൈവേകളിലും എവിടെയാണെങ്കിലും. നിങ്ങൾക്ക് ഏത് ഹൈവേ എടുത്താലും ഏത് പ്രധാനപ്പെട്ട റോഡുകൾ എടുത്താലും നമുക്ക് ബജ്ജിക്കടകൾ, ആ ബജ്ജിക്കടകൾക്ക് നല്ല പുരോഗതിയാണ്, നല്ല കച്ചവടമാണ്. അതിലൊരു പരിധി 90% തമിഴ്നാട്ടുകാരാണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞതല്ല, അവർ നമ്മളെപ്പോലാണ്, അവർ ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അവരിവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമുക്ക് ശരീരത്തിനോ അല്ല മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗമയും പങ്കച്ചമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും സാമ്പത്തിക പ്രതിസന്ധി മറ്റും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.